ഹലോ ഗൈസ്, മീ ആൻഡ് മൈ കളേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. രാത്രി ഏകദേശം 11 മണിയായിട്ടുണ്ട്. നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഏട്ടൻ വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഏട്ടൻ വന്നതിന് ശേഷമാട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ ഞാനും മോളും ഓൾറെഡി മാറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വരാനായപ്പോൾ ഞങ്ങൾ വേഗം താഴത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഇത്രയും ലേറ്റായ കാരണം നമ്മൾ ദൂരത്തേക്കൊന്നും പോയില്ല. കാരണം ദൂരെ എവിടെയെങ്കിലും പോയാൽ ഫുഡ് ഉണ്ടാവുമോ കിട്ടുമെന്ന് നമുക്കറിയില്ല. കാരണം ഇത്ര ലേറ്റ് ആയില്ലേ, ക്ലോസ് ചെയ്യേണ്ട സമയമായില്ലേ. അപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കേട്ടോ. ഞങ്ങളിതിന് മുന്നേ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ദാസാപ്രകാശ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. പക്ഷേ ഈ ഹോട്ടൽ വെജിറ്റേറിയൻ ആണെന്ന് അറിയാൻ ഇതിൻ്റെ ബോർഡ് വായിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് ഇത് വെജിറ്റേറിയൻ ആണെന്ന് മനസ്സിലാവും. കാരണം അങ്ങനത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഗണപതിയുടെ വിഗ്രഹം കാണും കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാൻ, നല്ല രസമാണ്. പിന്നെ ചുവരിൽ ഫുള്ള് പിക്ചേഴ്സാട്ടോ. ഫുള്ള് നല്ല ട്രഡീഷണൽ ടച്ചുള്ള പിക്ചേഴ്സ് അല്ലേ, അങ്ങനത്തെ പിക്ചേഴ്സാണ് എല്ലാം. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഭഗവാന്റെയും അതേപോലെ തന്നെ നല്ല രസമാണ് കാണാൻ. ഒരു പഴയ ഇല്ലം മോഡിഫൈ ചെയ്തിട്ട് ഒരു പുതിയതാക്കി എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് കാണാൻ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവർ ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാവുമോ ഇല്ലെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ കസ്റ്റമർ ഞങ്ങളായിരുന്നിട്ടാ. അപ്പോൾ ഒരു 11 മണി എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും പൂട്ടുന്ന സമയമായല്ലോ. അപ്പോൾ ലാസ്റ്റത്തെ കസ്റ്റമർ ഞങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം എൻ്റെ ഇത് ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനും കല്ലുമ്പോഴും മാച്ചിങ് ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ. കല്ലു വലിയ അലമ്പൊന്നും ഇല്ലാതെ ഇരുന്ന്, എന്നാലും അലമ്പായിരുന്നു കുറച്ചൊക്കെ. അങ്ങനെ ഇതിന് മുന്നേ ഞങ്ങളൊരു തവണ വന്നിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ വൃശ്ചികം 1-ാം തീയതി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൃശ്ചികം 1-ാം തീയതി രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പൂരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പൂരിയും അതേപോലെ തന്നെ ബജിയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ അന്ന് മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ മലബാർ പൊറോട്ട കിട്ടും കേട്ടോ. മലബാർ പൊറോട്ട അന്ന് മറ്റേ മെനു കാർഡിൽ കണ്ടപ്പോൾ പിന്നെ ഏട്ടൻ അത് മേടിച്ചു കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾ അത് ഓർഡർ ചെയ്തത്. പക്ഷേ അന്നത് വാങ്ങിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ പൊറോട്ടൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഏകദേശം 80-85 രൂപ എങ്ങാനുണ്ട്. ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കുക, 85 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 80 പൊറോട്ട നാട്ടിൽ കിട്ടുമായിരുന്നു. കാരണം 10-12 രൂപ എങ്ങനല്ലേ നാട്ടിൽ പൊറോട്ടയ്ക്കുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ എനിക്കറിയില്ല കേട്ടോ. പണ്ടൊക്കെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഏട്ടൻ ഇപ്രാവശ്യം തന്നെ പറഞ്ഞത് 2 പൊറോട്ടയും വെജ് കുറുമയും പിന്നെ ഞാനൊരു മസാല ദോശയും പറഞ്ഞു. പിന്നെ കല്ലുട്ടിക്ക് എന്താ ചെയ്യുക, ഫ്രൈഡ് റൈസ് കൊടുക്കാച്ചിട്ട് അതും പറഞ്ഞു കേട്ടോ. മസാല ദോശ പറഞ്ഞതുകൊണ്ടാണ് അവരാദ്യം ചട്നിയൊക്കെ കൊണ്ടുവച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചട്നിയൊക്കെ. അതിൽ ഞാൻ ആ വൈറ്റ് ചട്നി മാത്രം ഞാൻ കൂട്ടിയിട്ടുള്ളൂ. മറ്റേ 2 എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് കഴിഞ്ഞ തവണ നിന്നപ്പോൾ അത് പൊട്ടുകടലിൻ്റെ ചട്നിയെ തോന്നുന്നുണ്ട്, മറ്റേ മഞ്ഞ കളറ്. അങ്ങനെ വേഗം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം കഴിച്ചിട്ട് കല്ലുട്ടിക്ക് വാരി കൊടുത്തിട്ട്. കാരണം അവിടുത്തെ സെർവൻ്റ് എന്നല്ല, അവിടുത്തെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പണി കഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അതേപോലെ എല്ലാവരും ക്ലീൻ ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റായില്ലേ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസും വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഹോട്ടലിൽ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല രസമാണ് ഇവിടുത്തെ ചുവരിൽ ഇങ്ങനെ ചിത്രങ്ങൾ കാണാൻ. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകില്ലേ, എല്ലാ ചുവരിലും അങ്ങനെയാണ്. നല്ല രസമാണ് കാണാനും. ഓരോ ഭഗവാന്റെ ചിത്രങ്ങൾ അതേപോലെ തന്നെ നല്ല രസമാണ്. ഒരു കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് എല്ലായിടത്തും പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അവർ ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ അതാ വേഗം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കൈ എഴുതാനൊക്കെ പോയിട്ടോ. അതിൻ്റെ അപ്പുറത്ത് വേറെയും ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇവർക്ക് എന്ത് ചെയ്തു, വേഗം ഫുഡ് കൊടുത്തിട്ട് വേഗം കൈയൊക്കെ എഴുപ്പിച്ചു. പിന്നെ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട്. അതിൽ ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ മാത്രം ഞാൻ പെട്ടെന്ന് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാനത് വായിക്കാനും നിന്നിട്ടില്ല, ഒന്നും നിന്നിട്ടില്ല. കാരണം അവരൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം ഇറങ്ങി. പിന്നെ റോഡിലേക്ക് ഇറങ്ങിയാൽ പിന്നെ കല്യാണീൻ്റെ അവസ്ഥ അറിയാമല്ലോ, മറ്റേ സ്വാതന്ത്ര്യം കിട്ടിയ മാതിരിയാണ്. അങ്ങനെ ഒരു ഓട്ടമാണ്. പിന്നെ അതിപ്പോൾ ഒറ്റയ്ക്ക് ബൈക്കിലൊക്കെ കയറണം, ഞാൻ പിടിക്കാനൊന്നും പാടില്ല. ഇപ്പോൾ പിന്നെ തണുപ്പില്ലാത്ത കാരണം നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ നല്ല സുഖം കേട്ടോ. അപ്പോൾ കോട്ടിൻ്റെ ഒക്കെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറങ്ങിയിട്ടോ, വെറുതെ ഒന്ന്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കയറി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ എത്തുന്നുള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ബൈ.